നല്ലതുപോലെ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുക്കുക. അതിലേക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് അവിലും കൂടി ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്കൊരു 4 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയാൽ നമ്മളെ ഫില്ലിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്ത് ഒരു മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ദോശമാവ് പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ദോശമാവ് പോലെ ആക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് ദോശ ചുട്ടെടുക്കുക. ഇതിലേക്ക് നമ്മളെ ഫില്ലിങ് കൂടിയും വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മളെ അടിപൊളിയായിട്ടുള്ള ഏലാഞ്ചി വട തയ്യാറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.